നമ്മുടെ മുൻ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് ഒരിക്കൽ പറയുകയുണ്ടായി, നമുക്ക് ശത്രുക്കൾ രണ്ടല്ല 2.5 ആണ് നമ്മുടെ ശത്രുക്കളെന്ന്. ഈ 2.5 എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. രണ്ട് ശത്രു രാജ്യങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ളവ, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നവ. എന്നാൽ 0.5 എന്ന് പറയുന്ന ശത്രുക്കൾ നമ്മുടെ ഈ രാജ്യത്തിനുള്ളിൽ തന്നെയാണ്. വിഘടനവാദികളും വിധ്വംസ പ്രവർത്തകരും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തുരങ്കം വെക്കുന്ന രാജ്യദ്രോഹികളായി പ്രവർത്തിക്കുന്ന അർബൻ നക്സലുകളുണ്ട്, ചില NGOകളുണ്ട്, ചില മാധ്യമങ്ങളുണ്ട്, ഒപ്പം തന്നെ ചില മതമൗലികവാദ സംഘടനകളുണ്ട്. ഇത്തരത്തിൽ ഉള്ളവരാണ് നമ്മുടെ ശത്രു. അവരെയും കൂടി തീർത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഭാരതത്തിന് സമാധാനത്തോടെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴേതായാലും 0.5 ശത്രുക്കളെ നേരിടാൻ ഒരു സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു. ഒരു ദേശീയ സുരക്ഷാ കൗൺസിൽ അഥവാ NSS നിലവിൽ വന്നിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ദേശീയ സുരക്ഷാ നയം 2018 അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഒരു മേൽനോട്ട സമിതിയാണ് ഇതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. ഈ തന്ത്രങ്ങൾ പ്രകാരം മുൻ സൈനിക ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിരോധ നവീകരണം, സാങ്കേതിക മുന്നേറ്റം, സൈബർ പ്രതിരോധ ശേഷി, ആഭ്യന്തര കാര്യങ്ങളുടെ ഉള്ള ഭീഷണികൾ, ഹൈബ്രിഡ് ഭീഷണികൾ, സാമ്പത്തിക സ്ഥിരത, അതിനെ തകർക്കുവാനുള്ള നീക്കങ്ങൾ, തന്ത്രപരമായ നയതന്ത്രം, ഇവയെല്ലാം, അതായത് സമൂഹത്തിൽ നടക്കുന്ന കലാപത്തിനും മറ്റും ശ്രമിക്കുന്ന ആ വിവരങ്ങൾ മുൻകൂട്ടി കാണുക, അത് എത്തേണ്ടടുത്ത് ആ വിവരങ്ങൾ എത്തിക്കുക, ഒപ്പം തന്നെ ആ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ലഘൂകരിക്കുക. അങ്ങനെ അനവധി കാര്യങ്ങളാണ് ഈ സമിതി ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരം സമിതികൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. ഇവ മറ്റ് ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു ആഭ്യന്തര സുരക്ഷ ശക്തമാവുകയും ചെയ്യും. നിലവിൽ നമ്മുടെ അടുത്ത ഉള്ള നമ്മുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പോലീസാണ് എങ്കിൽ, അത് കൂടാതെ ഇങ്ങനെ ഒരു സമിതി കൂടി എത്തുമ്പോൾ ആ നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ നീക്കങ്ങൾ പോലും കൃത്യമായി തന്നെ സർക്കാരിന് മുൻകൂട്ടി അറിയുവാനും അതിനെ തടയിടുവാനും കഴിയും. ഇതുതന്നെയാണ് 2018 മുതൽ മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുതൽ ആലോചിച്ചിരുന്നതാണ്. 2018 ഈ സമിതിക്ക് രൂപം കൊടുത്തത്. ഏതായാലും ഇപ്പോൾ അതിന് ഫൈനൽ രൂപമായിരിക്കും. ഈ ഡിസംബർ മാസത്തോടു കൂടി ഇത് നിലവിൽ വരും. ന്യൂസ് ഡെസ്ക്.